ഹലോ സ്റ്റുഡൻസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റീഡ് അലൗഡിനെ പറ്റിയാണ്. റീഡ് അലൗഡിന് എങ്ങനെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് മേടിക്കാം, 90 ഔട്ട് ഓഫ് 90 മേടിച്ച് എങ്ങനെ അടിപൊളിയാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റീഡ് അലൗഡ് എന്ന് പറയുന്നത് നേരത്തെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ സെക്ഷൻസിൽ ഒന്നായിരുന്നു. ഇപ്പം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓഗസ്റ്റ് 7 ശേഷം നേരത്തെ എന്ന് പറയുന്ന റീഡ് അലൗഡിൻ്റെ മാർക്ക് സ്പീക്കിങ്ങിന് മാത്രമല്ല റീഡിങ്ങിനും കൂടെ ആഡ് ആവുന്നതുകൊണ്ട് റീഡ് അലൗഡ് അങ്ങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. റീഡ് അലൗഡ് സ്പീക്കിങ്ങിന് മാത്രമേ മാർക്ക് ആഡ് ആവുന്നുള്ളൂ. പക്ഷേ എങ്കിലും റീഡ് അലൗഡിനൊക്കെ ഫുൾ മാർക്ക് അങ്ങ് മേടിച്ചോണം. ഞാനത് പഠിപ്പിക്കുമ്പോഴൊക്കെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, നിങ്ങൾക്ക് 90 ഔട്ട് ഓഫ് 90 അല്ലെങ്കിൽ ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന മൊഡ്യൂളുകളിൽ ഫുൾ മാർക്ക് മേടിക്കുക. ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ സെറ്റുകളിൽ നിങ്ങൾ ഫുൾ മാർക്ക് മേടിക്കുക. അതേസമയം എല്ലാ ക്വസ്റ്റ്യനിലും ഞാൻ അങ്ങനെ പറയത്തില്ല. ചിലതിൽ അങ്ങനെ അങ്ങ് ഫുൾ മാർക്ക് മേടിക്കാൻ എപ്പോഴും പറ്റണമെന്നില്ല. അതേസമയം റീഡ് അലൗഡിനെ സംബന്ധിച്ചിടത്തോളം അത് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. പണ്ടും ഇപ്പോഴും. പണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നപ്പോഴും റീഡ് അലൗഡിന് ഫുൾ മാർക്ക് മേടിക്കാമായിരുന്നു. ഇപ്പോഴും ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിനങ്ങ് മേടിച്ചോണം. അതേസമയം എല്ലാത്തിനും അത്രയും ചിലപ്പോൾ നമുക്ക് പറ്റണമെന്നില്ല. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഒരു 3-4 പോയിന്റുകളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം മുഖവരെ പറഞ്ഞ് കൂടുതൽ സമയം കളയുന്നില്ല. ആകെ ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ PT പഠിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ PT സ്റ്റോറീസിൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് യൂട്യൂബിന് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്, ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി ചെയ്തതല്ല. ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് അങ്ങനെ ഡെയിലി എല്ലാ ദിവസവും അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഇല്ല. ലെങ്തി വീഡിയോസ് എടുക്കണമെങ്കിൽ അല്പം സമയം വേണമല്ലോ. ഇപ്പം തന്നെ ഓണത്തിൻ്റെയൊക്കെ അവധിയൊക്കെ ആയിട്ട് 2-3 ദിവസം കിട്ടിയതുകൊണ്ടാണ് ഇപ്പോൾ 1-2 വീഡിയോസ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അല്ലെങ്കിൽ ഒരു 8-10 മണിക്കൂറൊക്കെ ഡെയിലി ക്ലാസ് ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോസ് എടുക്കാനൊന്നും നമുക്ക് അങ്ങനെ എപ്പോഴും പ്രായോഗിക വേണ്ട സമയം കിട്ടത്തില്ല. അതുകൊണ്ടാണ്. എങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ PT പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ റീഡ് അലൗഡിന് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വാ തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് സ്പീക്ക് എന്ന് പറയും. ഞാൻ പറയാറുണ്ട്, നിങ്ങളിങ്ങനെ വാ പതുക്കി വെച്ചിട്ട് ദ ഗ്ലോബൽ എക്കണോമി സ്ട്രഗ്ലിംഗ് ടു ഡീൽ വിത്ത് ദ റിസഷൻ ഇങ്ങനെ പതുങ്ങിയല്ല പറയണ്ട. അല്പം വാ തുറന്ന് തന്നെ സംസാരിക്കണം. എന്ന് പറഞ്ഞാൽ ബഹളം വെച്ച് അടുത്തിരിക്കുന്നവനെ പേടിപ്പിച്ച് അങ്ങ് നാശം ഉണ്ടാക്കണമെന്നല്ല. അല്പം വാ തുറന്ന് സംസാരിക്കുക. പലരും ഈ പതുക്കി സംസാരിക്കുന്നത് എന്താണെന്നറിയോ? ഈ തെറ്റിപ്പോകുന്നുള്ള പേടി കൊണ്ടാണ്. ഈ ഉച്ചാരണ പെശക് സംഭവിക്കുമോ എന്നൊക്കെയുള്ള പേടി കൊണ്ടാണ് ഈ വാ പതുക്കി പിടിച്ച് സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യാതെ അല്പം വാ തുറന്ന് അല്പം ഒച്ചത്തിലൊക്കെ സംസാരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ നിങ്ങളെ സഹായിക്കുന്നത്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം, ഈ ഹെഡ്ഫോൺ നമ്മൾ ചിലപ്പം ഉയർത്തിയും താത്തിയും ഒക്കെ അങ്ങനെ കറക്റ്റായിട്ടൊന്നും ആയിരിക്കണമെന്നില്ല എല്ലാ സ്റ്റുഡൻസും വെക്കുന്നത്, മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇത് ഉയർത്തിയും താത്തിയും വെക്കുന്നതിനനുസരിച്ച് പോലും നമ്മുടെ സ്കോറിന് ചെറിയ വ്യത്യാസങ്ങൾ സംഭവിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അല്പം വാ തുറന്ന് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ ഒച്ച വെച്ച് ബഹളം വെക്കണമെന്നല്ല, അല്പം വാ തുറന്ന് സ്ഫുടമായിട്ട് സംസാരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫോക്കസ് മോർ ഓൺ ഫ്ലുവൻസി. ഓക്കെ, നിങ്ങൾ ഫ്ലുവൻസിക്ക് ആയിരിക്കണം പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടത് കണ്ടന്റിനെക്കാട്ടി കൂടുതൽ. കണ്ടന്റിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലെന്നല്ല ഞാൻ ഈ പറയുന്നത്. അല്ല ഏതെങ്കിലും ഒരു വാക്കുകൾ അങ്ങ് കൂടുതൽ അങ്ങ് വിട്ട് പറയണം എന്നുള്ളതുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഫ്ലുവൻസിക്ക് പ്രാധാന്യം കൊടുക്കുക. ഈ നേരത്തെ ആണെങ്കിൽ നമ്മൾ ഈ വിക്കലും പതർച്ചയൊക്കെ ഉണ്ടല്ലോ, ഹെസിറ്റേഷൻസും പോസസിനും ഒക്കെ നേരത്തെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് മാർക്ക് പോകുമായിരുന്നു. ഇപ്പം തീരെ മാർക്ക് പോകുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ എന്ന് പറഞ്ഞത് തുടക്കം തൊട്ടങ്ങ് വിക്കി പതറി ദ ഗ്ലോബൽ എക്കണോമി ഈസ് ക്രിയേറ്റിംഗ് പ്രോബ്ലം ഇങ്ങനെ പറഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്ക് പോകത്തില്ലേ. അപ്പോൾ ചെറിയ ചെറിയ പ്രോസസ്സൊക്കെ വരാം. ഇച്ചിരി നമ്മുടെ സ്വാഭാവികമായി ഉണ്ടാകുന്ന നമ്മളത് ഗ്ലോബൽ എക്കണോമി ഈസ് ഫേസിങ് ഇപ്പം ഞാൻ അതൊന്നും വെച്ചില്ലേ, അതൊന്നും കുഴപ്പമില്ല, മനസ്സിലായി. അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും കുഴപ്പമില്ല. അല്ലാതെ നിങ്ങൾ അങ്ങ് ലോങ് പ്രോസസ്സ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാർക്കിനെ ബാധിക്കും. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, അതൊരു പ്രധാനപ്പെട്ട പോയിന്റ്. അതിനെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്താലോ എന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ വെബ്സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകൾ ഒന്നും തന്നെ അക്യുറേറ്റ് അല്ല. അത് ഒരു വെബ്സൈറ്റും നിങ്ങൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്, ഞാനങ്ങനെ പേര് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇപ്പോൾ AP യൂണിയാണല്ലോ, FPT ആണെങ്കിലും അല്ലെങ്കിൽ ലാംഗ്വേജ് അക്കാഡമിയാണ്, അല്ലെങ്കിൽ ഏതാണെങ്കിലും നമ്മൾ ഒരെണ്ണം ഇപ്പോൾ ഗുരുലി ആണെങ്കിലും ഏതാണെങ്കിലും പെർഫെക്റ്റ് അല്ല. അത് നിങ്ങൾ എപ്പോഴും ഓർക്കണം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ഇച്ചിരി കുറഞ്ഞു വരും.
കുറഞ്ഞ് വരുമ്പോൾ അങ്ങ് പാനിക്കൊന്നും ആവണ്ട. നേരത്തെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 80-85% എങ്കിലും അക്യുറസി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്രയൊന്നുമില്ല, ഒരു 70-75% ഒക്കെ ഒരു അക്യുറസി റേറ്റേ ഉള്ളൂ എല്ലാ സോഫ്റ്റ്വെയറിനും ക്ലെയിം ചെയ്യാനായിട്ട്. കാരണം അവരതെനിക്കൊന്ന് അപ്ഡേറ്റ് ചെയ്തൊക്കെ വരുന്നേ ഉള്ളൂ ഈ ഓഗസ്റ്റ് 7th ശേഷമുള്ള പരിപാടി. വീക്കലും പതർച്ചയൊക്കെ വന്നാലും ഇപ്പോഴും പല വെബ്സൈറ്റുകളിലും മാർക്ക് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ മാർക്ക് കുറയുന്ന കണ്ട് നിങ്ങൾ പാനിക്കൊന്നും ആവേണ്ട കാര്യമില്ല. ഞാനതെൻ്റെ സ്റ്റുഡൻസിനോടും പറയും, നിങ്ങൾ ചുമ്മാ അത് ചെയ്തു അത് ആ വെബ്സൈറ്റിൽ മാർക്ക് കുറഞ്ഞല്ലോ, ഈ വെബ്സൈറ്റിൽ ഇച്ചിരി മാർക്ക് കൂടുതൽ കിട്ടുന്നു, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഒരു സോഫ്റ്റ്വെയറിന് ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാത്തിനും എടുത്തിട്ടുണ്ട്. എനിക്ക് ഒരുമാതിരിപ്പെട്ടുള്ള എല്ലാ വെബ്സൈറ്റിലും ഞാൻ പൈസ കൊടുത്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ 1-2 ആയിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഒരുമാതിരിപ്പെട്ട ഒരു 6-7-8 വെബ്സൈറ്റുകളിൽ ഞാൻ പേയ്മെൻറ്റ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഞാൻ മിക്കവാറുള്ളതിനൊക്കെ വല്ലപ്പോഴും കയറി പ്രാക്ടീസൊക്കെ എന്തെങ്കിലും ചെയ്ത് നോക്കാറുണ്ട്, എന്താണ് ഇതിൻ്റെ ഒരു വ്യത്യാസം അറിയാനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, മനസ്സിലായോ? അപ്പോൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകളിൽ പോലും അവർ അത്ര അക്യുറേറ്റ് ആയിട്ടല്ല അവർ ചെയ്യുന്നത്. ചില വെബ്സൈറ്റിൽ ആരുമായിട്ട് ഞാൻ അവർക്ക് മെയിൽ പോലും അയച്ചു, ഇത് കറക്റ്റായിട്ടല്ല വരുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ റിപ്ലൈ ഒക്കെ തന്നിട്ടുണ്ട്. ബട്ട് ദേ വിൽ ഗ്രാജുവലി അത് അപ്ഡേറ്റ് ഒക്കെ ചെയ്യുമായിരിക്കും. ഇൻ ദ ലോങ് റൺ എല്ലാത്തിനും ഒരു സമയം എടുക്കുമല്ലോ, അവരും അത് ഫിക്സ് ആക്കി വരുന്നതൊക്കെ ഉള്ളായിരിക്കും. പക്ഷേ സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളത് കണ്ട് പാനിക്കൊന്നും ആവരുത്. മാർക്ക് കുറയുന്നു, അയ്യോ അത് ഉപയോഗിച്ചിട്ട് മാർക്ക് കുറയുന്നല്ലോ, ഇത് ഉപയോഗിച്ചിട്ട് മാർക്ക്, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഒന്നും പെർഫെക്റ്റ് അല്ല. ഒരു 70-75% അക്യുറസി റേറ്റേ ഉള്ളൂ ഇപ്പോൾ എല്ലാത്തിനും. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫ്ലുവൻസി. നിങ്ങൾ ഫ്ലുവൻസി ഫോക്കസ് ചെയ്യുക. ഒരുപാട് ലോങ് പ്രോസസ്സും ലോങ് ഹെസിറ്റേഷൻസും പാടില്ല. അങ്ങ് വിക്കി പതറി അങ്ങ് ചകോടാലി ആക്കരുത്. അപ്പോൾ അതാണ് എനിക്ക് രണ്ടാമത്തെ ഒരു പോയിൻ്റായിട്ട് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളൊരു മെയിൻറ്റെയിൻ എ സ്റ്റഡി പേസ് എന്നുള്ളതാണ്. നിങ്ങളൊരു സ്പീഡിൻ്റെ ലെവൽ എന്താണ്? സ്പീഡ് ചിലർ അങ്ങ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, ഭയങ്കര ഫാസ്റ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, നോട്ട് ടു ഫാസ്റ്റ്, നോട്ട് ടു സ്ലോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഒരുപാട് അങ്ങ് സ്ലോ ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം അതങ്ങ് റോബോട്ടിക് ആവും, ഒരു സുഖമില്ലാത്ത പരിപാടി വരും. അങ്ങനെ ഒരുപാട് അങ്ങ് റോബോട്ടിക് ആവരുത്, പിന്നെ ഒരുപാട് അങ്ങ് ഫാസ്റ്റ് ആവരുത്. ഒരുപാട് ഫാസ്റ്റ് ആയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രൊനൗൺസിയേഷനിൽ മിസ്റ്റേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നോട്ട് ടു ഫാസ്റ്റ്, നോട്ട് ടു സ്ലോ. ഏതൊരു സെൻറ്റൻസിനും ഒരു ഫ്ലോ ഉണ്ട്, ഒരു സ്ട്രക്ചറുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ വായിക്കാനും അത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാനും ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സ്പീഡ്, ഒരു പേസ് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യണം. അടുത്തൊരു കാര്യമെന്ന് പറയാനുള്ളത് പ്രൊനൗൺസിയേഷനാണ്. അടുത്തൊരു കാര്യമെന്ന് പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ, ഈ എല്ലാ വാക്കുകളും കൃത്യമായിട്ടൊന്നും പറയാൻ നമുക്ക് പറ്റണമെന്നില്ല. അത് നിങ്ങളെപ്പോഴും ഓർത്തോണം. നമുക്ക് എല്ലാ വാക്കുകളും കൃത്യമായിട്ട് പറയാൻ പറ്റണമെന്നില്ല. ഇപ്പം ഞാൻ എക്സാമിന് പോയപ്പോൾ, ഞാൻ PTയുടെ എക്സാം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഓഗസ്റ്റ് 7th ഞാൻ എക്സാം എഴുതിയായിരുന്നു. അപ്പോൾ ഈ ചില വാക്കുകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് സ്റ്റുഡൻസിന് അല്പം ഇപ്പം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല. എപ്പോഴും സ്ഥിരമായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയാത്തൊരു പാവം പിടിച്ചവനാണ് പോകുന്നതെങ്കിൽ അവനത് അല്പം ബുദ്ധിമുട്ടായിട്ട്. ഇപ്പം ബൈലിംഗ്വൽ എന്നൊരു വാക്ക് കണ്ടു, അത് ചിലപ്പോൾ ബിലിംഗ്വൽ എന്നോ അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ വായിച്ചേക്കാം. ഓക്കെ, ഇപ്പം സബ്റ്റിൽ ആസ്പെക്ട്സ്, അല്ലെ സബ്റ്റിൽ, SUBTLE ആണ് സ്പെല്ലിങ്. അപ്പോൾ അത് കാണുമ്പോൾ സബ്റ്റിൽ എന്ന് വായിക്കും. ഒരു സാധാരണക്കാരനാണെങ്കിൽ അത് സബ്റ്റിൽ എന്ന് തന്നെ വായിക്കും. അത് സറ്റിൽ എന്നാണ് അതിൻ്റെ ഒരു ഉച്ചാരണം എന്ന് പറയുന്നത്. അപ്പോൾ അത് അറിയാമെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഉച്ചാരണ പെശകുകൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ അവന്മാർ അതിൻ്റെ അകത്ത് കൊണ്ടിടും. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച്. ഇപ്പോൾ റെസിപ്റ്റ്, നമ്മൾ റെസീപ്റ്റ് എന്നുള്ളതാണ് അതിന് ശരിയായൊരു ഉച്ചാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യം. അതുപോലെ തന്നെ ഒരു വാക്കാണ് GENRE. അത് PT എക്സാമിൻ്റെ റീഡ് അലൗഡ് ഞാൻ പല ഇടത്ത് കണ്ടിട്ടുണ്ട്. ഓക്കെ, GENRE എന്നുള്ള വാക്ക് നമ്മളെന്താ ജനർ എന്നേ നമ്മൾ വായിക്കത്തുള്ളൂ. ഏതൊരു സാധാരണക്കാരനും അങ്ങനെ വായിക്കത്തുള്ളൂ. ഞാനും പണ്ടൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നിരിക്കാൻ വായിച്ചതെന്ന് ഞാൻ ചിന്തിക്കുന്നു. പക്ഷെ ജോൺറേ എന്നാണ് അതിൻ്റെ ഒരു ഉച്ചാരണം. ജോൺറേ എന്ന് ആരെങ്കിലും അങ്ങനെ വായിക്കുക? GENRE എന്നൊരു വാക്ക് ജോൺറേ എന്ന് അങ്ങനെ ഒരു സാധാരണക്കാരൻ വായിക്കത്തില്ല. അപ്പോൾ ജനറേ വായിക്കത്തുള്ളത്. ജോൺറേ അല്ലെങ്കിൽ സബ് ജോൺറേ, അങ്ങനെ ചില വാക്കുകളൊക്കെ ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഈ ജനർ എന്ന് പറഞ്ഞാൽ ഈ കാറ്റഗറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം ഇപ്പം വിച്ച് ജോൺറേ, അത് ജോൺറേ അല്ലെങ്കിൽ ജോൺറേ അങ്ങനെയൊക്കെ പറയാം കേട്ടോ. വിച്ച് ജോൺറേ ഓഫ് മ്യൂസിക് ഡു യു ലവ് അല്ലെങ്കിൽ ഡു യു ലൈക്ക്? മ്യൂസിക്കിലെ ഏത് കാറ്റഗറിയാണ് നിനക്കിഷ്ടം? ക്ലാസിക്കലാണോ, റോക്ക് മ്യൂസിക് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? ഇങ്ങനെ ഏത് കാറ്റഗറിയാണ് നിനക്കിഷ്ടം? വിച്ച് ജോൺറേ എന്ന് ചോദിച്ചാൽ അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒരു അർത്ഥം, വിച്ച് ജോൺറേ ഓഫ് മൂവീസ് ഡു യു ലൈക്ക്? സിനിമയിൽ ഏത് ജോൺറയാണ് നിനക്കിഷ്ടം? കോമഡി ആണോ, ആക്ഷൻ ആണോ, ത്രില്ലർ ആണോ, അഡ്വഞ്ചർ ആണോ? അപ്പോൾ ജോൺറേ എന്നുള്ള ആ വാക്കിൻ്റെ ഒരു അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അതാണ് ഈ ജോൺറേ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ വരുമ്പോൾ അത് ഉച്ചാരണ പിശക് വരാൻ സാധ്യതയുള്ള നമ്മൾ അത് വിട്ടിട്ട് അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല എന്നുള്ള നിലയിൽ വായിച്ച് അങ്ങ് പോയാൽ മതി. അതായിരിക്കും അല്പം കൂടെ എളുപ്പം. പക്ഷേ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരം ഇത് ജനറെന്നാണ് വായിക്കുന്നതെന്നാണ്. മനസ്സിലായോ? അത് തെറ്റാണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ പിന്നെ നമ്മളത് അങ്ങനെ അങ്ങ് വായിച്ചു പോകും. പക്ഷേ അതിനെ മാറി പോകും. അങ്ങനെ വായിച്ചാൽ അതിനെ മാറി പോകും കേട്ടോ. അപ്പോൾ നമുക്കത് തെറ്റാണെന്ന് അറിയത്തില്ലല്ലോ, പിന്നെ എങ്ങനെയത് നമ്മളത് അത് വിട്ടിട്ട് വായിക്കും. നമ്മൾ വിചാരിക്കുന്നത് അത് നമ്മൾ പറയുന്നതാണ് ശരി എന്നുള്ളൊരു ചിന്തയിലാണല്ലോ നമ്മളത് വായിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ കുറേ ഫെമിലിയറായിട്ട് നമ്മൾ പഠിച്ചിട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഇതിനാകെ ഒരു സൊല്യൂഷൻ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇങ്ങനെയുള്ള വാക്കുകൾ നമുക്കങ്ങനെ ഫെമിലിയർ ആകാൻ പറ്റത്തില്ല. ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഈ വാക്ക് വായിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് വിട്ടിട്ട് അങ്ങനെ ഒരു വാക്കേ അവിടെ ഇല്ല എന്നുള്ള നിലയിൽ നിങ്ങൾ വായിച്ചു പോകുന്നതായിരിക്കും നല്ലതെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷേ എന്നാലും അവിടെയും ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എൻ്റെ അകത്ത് ഒരു ഏറ്റവും നല്ലൊരു ടിപ്പ് എന്താണെന്നറിയോ, നിങ്ങൾക്കൊരു വായിക്കാൻ സമയം കിട്ടുമല്ലോ. ഇപ്പോൾ 25 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് നിങ്ങൾക്ക് വായിക്കാൻ സമയം കിട്ടുന്നുണ്ട്. ആ സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ റീഡ് അലൗഡിൻ്റെ ഏറ്റവും വലിയൊരു കളി കിടക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എവിടെയാണ് പോസസ് വരുന്നത്, എവിടെയാണ് വിക്കൽ വരുന്നത്, എവിടെയാണ് പതർച്ച വരുന്നത്, ഏത് വാക്കായിരിക്കും നിങ്ങൾക്ക് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടെന്നുള്ളത് ആ 30 സെക്കൻഡിലല്ലേ ആ 25 സെക്കൻഡിലാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ആ ഒരു സമയത്തെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടായിട്ട് തന്നെ വരും. നമുക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചുള്ള റീഡ് അലൗഡ് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ എല്ലാവരും ഒരേപോലെ അല്ല. നമ്മൾ 100 കണക്കിന് പിള്ളേരെ പഠിപ്പിക്കുന്നതല്ലേ, വളരെ ചുരുക്കം പേരേ ഉള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ ഇംഗ്ലീഷ് കൈകാര്യമൊക്കെ ചെയ്ത് നല്ല രീതിയിലൊക്കെ പറയാൻ പറ്റുന്നവർ. മെജോറിറ്റിയും അങ്ങനെയുള്ളവരല്ല. മെജോറിറ്റി അങ്ങനെ വലിയ പ്രാവീണ്യമുള്ളവരല്ല. ഇംഗ്ലീഷ് കൈകാര്യം അത്ര ഫ്ലുവൻ്റായിട്ട് ചെയ്യുന്നവരല്ല. അപ്പോൾ അവരെ സംബന്ധിച്ചാണ് ഞാനിത് കൂടുതലായിട്ട് പറയുന്നത്. ഇപ്പോൾ സ്ഥിരമായി കൈകാര്യം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പ്രയാസമുള്ളൊരു കാര്യമായിരിക്കണം എന്നില്ല. പിന്നെ ഇത് വായിക്കുമ്പോഴുള്ള വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു 2-3 സെൻറ്റൻസ് അല്ലെങ്കിൽ 3-4 സെൻറ്റൻസ് ഉണ്ടെങ്കിൽ പിള്ളേർ സ്പീഡിൽ അങ്ങ് വായിക്കുമായിരിക്കും, ശ്വാസം വിടത്തില്ല. ശ്വാസം വിടാതെ ഇരുന്നങ്ങ് വായിക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ ആവരുത്. ഞാൻ ചിലർ പറയാറുണ്ട്, മോനെ നീ ശ്വാസം വിട്ട് നീ ചത്തുപോകും, നീ ശ്വാസം വിട എന്നൊക്കെ ഞാൻ പറയാറുണ്ട് ചിലർ വായിക്കുമ്പോൾ. അങ്ങ് ശ്വാസം എടുക്കാതെ ഇരുന്നങ്ങ് വായിക്കുക. കാരണം ഒരു പോസ് പോലും വരല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെയൊന്നും വേണ്ട. ഫുൾ സ്റ്റോപ്പിൻ്റെ അവിടെയൊക്കെ ചെറിയൊരു പോസ് പോലെയൊക്കെ വരുത്തിയൊക്കെ തന്നെ നമുക്ക് വായിച്ചാലും അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി പ്രധാനപ്പെട്ട ഇനി എങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ മൊബൈലിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സാധനം വായിച്ച് കേട്ടിട്ട് അതൊന്നുകൂടെ ഒന്ന് റീപ്ലേ ചെയ്ത് കേട്ടാലും മതി. അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റുകളിൽ തന്നെ നിങ്ങൾ പറഞ്ഞത് കേൾക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ പറയുന്നത് റെക്കോർഡ് ചെയ്തതിൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് റീപ്ലേ ചെയ്ത് ഒന്നുകൂടെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവേണ്ട ഈ പറഞ്ഞതിൻ്റെ അകത്ത് എന്തോ പന്തികളുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. റീഡ് അലൗഡിന് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ സെക്ഷനാണ്. നിങ്ങൾ ഫുൾ മാർക്ക് തന്നെ മേടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ക്വസ്റ്റ്യൻ സെറ്റുകളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഞാൻ പറഞ്ഞല്ലോ, സമയത്തിൻ്റെ പരിമിതി കുറവ് കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഒന്നും തന്നെ ആണെങ്കിലും എഡിറ്റ് ചെയ്യാൻ പോലും ഞാൻ വിടാത്തില്ല. ഇത് എടുത്ത് ഞാൻ തന്നെ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് അപ്ലോഡ് ചെയ്തേ ഉള്ളൂ. ക്ലാസ്സുകൾ ഒരുപാട് പോകുന്നുണ്ട്. എല്ലാ സ്റ്റുഡൻസിനും ഇൻഡിവിജ്വലായിട്ട് തന്നെ ഞങ്ങൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ഇൻഡിവിജ്വലായിട്ട് എടുക്കുന്നത്. ഞാൻ മാത്രമല്ല, എന്നെക്കാട്ടിൽ കഴിവുള്ള, എന്നെക്കാട്ടിൽ പഠിപ്പിക്കാൻ പറ്റുന്ന നല്ല ട്രെയിനേഴ്സ് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഇൻഡിവിജ്വലായിട്ട് തന്നെയാണ് സ്റ്റുഡൻസിന് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഇപ്പോൾ 1 മണിക്കൂർ വെച്ച് അല്ലെങ്കിൽ എടുക്കുന്നു. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് പോകുന്നു. അപ്പോൾ എത്ര സ്റ്റുഡൻസിന് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ 8-10 മണിക്കൂറൊക്കെ തന്നെ ഒരാൾ ക്ലാസ് എടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പം പിന്നെ നമുക്ക് വീഡിയോസ് എടുക്കാനുള്ള ഒരു സമയപരിമിതി കുറവുണ്ട്. അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് അങ്ങനെ ലെങ്തി വീഡിയോസ് വരാത്തത്. പലരും പറയാറുണ്ട് PTAയുടെ ഈ ഫുൾ വീഡിയോ എല്ലാം കൂടെ എല്ലാ സെക്ഷനുകളെയും കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോസ് സാർ ചെയ്യരുതോ എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ ഒരു 2-3 മണിക്കൂർ അല്ലെങ്കിൽ 2-2.5 മണിക്കൂർ എടുക്കാനുള്ള ഒരു സമയത്തിൻ്റെ കുറവുകൊണ്ടാണ്. എനിവേ, ഞാൻ ഇപ്പോൾ ഈ റീഡ് അലൗഡിൻ്റെ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾ അതൊന്ന് ഒന്നുകൂടെ കേട്ട് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പല സ്ട്രാറ്റജികളൊക്കെ ഉണ്ട് കേട്ടോ ഇത് റീഡ് അലൗഡ് പറയാനായിട്ടൊക്കെ ഉള്ളത്. ചിലതിൻ്റെ ഷോർട്ട് വീഡിയോസ് ആയിട്ടൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങളത് നോക്കിയാൽ മതി. നിങ്ങൾക്കത് അങ്ങനെ ഒരുപാട് എലാബറേറ്റ് ചെയ്യാനില്ല. നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിട്ട് വരും. അതുപോലെ PT പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ റിക്വയർഡ് സ്കോർ എത്രയാണെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ട്രെയിനർ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളുടെ റിക്വയർഡ് സ്കോർ നേടിയെടുക്കാൻ നിങ്ങളെ സഹായിക്കും. തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു. ഓക്കെ.